السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, വിശ്വാസികളെ, പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് 1-2 ദിവസങ്ങൾക്കകം വരാനിരിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി നോമ്പിനെയും അനുബന്ധ പ്രവർത്തനങ്ങളെയും എല്ലാം നിഷ്ഫലമാക്കുന്ന, ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുകയും വേണ്ട ജാഗ്രതകൾ പാലിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ നോമ്പ് പരിപൂർണമാകുന്നതും അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്ന അതിന്റെ നന്മ സ്വായത്തമാക്കാൻ സാധിക്കുകയും ചെയ്യുക എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത് പറയാനുള്ള കാരണം, പല ആളുകളും നോമ്പനുഷ്ഠിക്കും, ഭക്ഷണവും വെള്ളവും എല്ലാം ഒഴിവാക്കി ഖുർആൻ പാരായണവും ദിക്റുകളും ദുആകളും അതുപോലെയുള്ള സകല സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളടക്കം വളരെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു കർമ്മങ്ങളിലെ സൂക്ഷ്മത നമ്മളൊക്കെ പാലിക്കുകയും അങ്ങനെ നിലനിർത്തി പോരുകയും ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾ ഒരു നിയന്ത്രണം പല രംഗത്തും ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ആ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമാകും എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അതുകൊണ്ട് നോമ്പ് നമ്മിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട, ജാഗ്രത പുലർത്തേണ്ട, നിർബന്ധമായും കൈക്കൊള്ളേണ്ട ചില നിലപാടുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒന്ന്, നമ്മളൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ് അൽ ഇഖ്ലാസു വബ്തിഗാഉ മാ ഇൻദല്ലാഹ്. നോമ്പിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടുന്നത് ഇഖ്ലാസാണ്. കാരണം മറ്റുള്ള പ്രവർത്തനങ്ങളെ പോലെയല്ല നോമ്പ്. മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏത് പ്രവർത്തനങ്ങളാവട്ടെ അതിലൊക്കെ ഇഖ്ലാസ് നിർബന്ധമാണ്, നിയ്യത്താണ് അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം. പക്ഷെ മറ്റു പ്രവർത്തനങ്ങളെ അപേക്ഷിച്ച് നോമ്പിൽ ഇഖ്ലാസിന്റെ വിപരീതമായ റിയാഓ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അത്തരമൊരു സാഹചര്യം, മാനസികാവസ്ഥ കടന്നു വരൂല. നോമ്പ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമോ ഇബാദത്തോ അല്ല. നിസ്കാരം നമുക്ക് മറ്റുള്ളവരെ കാണിക്കാം, ദാനധർമ്മങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാം, പക്ഷെ നോമ്പ് ആ രൂപത്തിലല്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും അവിടെ ഇഖ്ലാസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഇതിലൂടെ എനിക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രതിഫലം, അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ആഗ്രഹവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയാണ്, എങ്ങനെ? വളരെ സംശുദ്ധമായ ഈമാനോട് കൂടിയും അതുപോലെ തന്നെ പടച്ചവനിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചും കൊണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ച ഒരാൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ അവന്റെ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അപ്പൊ ഒന്നാമത്തെ വിഷയം അത്. 2, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് അൽ മുഹാഫളതു അലൽ ഫറാഇൽ. നമുക്കറിയാം, നോമ്പ് ഒരു നിർബന്ധ കർമ്മമാണ്, ആരാധനയാണ്. അതോടൊപ്പം തന്നെ നിർബന്ധമായ പല ആരാധനകളും നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നിസ്കാരം. അപ്പൊ നോമ്പനുഷ്ഠിക്കുന്നു, ഒരു ഫർള് എടുക്കുമ്പോൾ മറ്റേ അപ്പുറത്തുള്ള ഒരു ഫർളിന് അത് കോട്ടം തട്ടാൻ പാടില്ല. നമ്മള് ക്ഷീണിതരാണ്, നോമ്പുകാരാണ് എന്നും പറഞ്ഞ് പിന്നെ പകൽ സമയങ്ങളിലും അല്ലാത്തപ്പോഴൊക്കെ കിടന്ന് സമയം കളയുന്ന നിസ്കാരത്തിന്റെ ജമാഅത്തുകളുടെ അത്തരം ശ്രദ്ധ പലപ്പോഴും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. ഒരു ഫർള് നിലനിർത്തുമ്പോ മറ്റൊരു ഫർള് അതിലൂടെ പോവാൻ പാടില്ല. അത് വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഒരു അലംഭാവം നമ്മുടെ ജീവിതത്തിൽ വരൂല. കാരണം നോമ്പാണല്ലോ, നേരത്തെ പള്ളിയിൽ പോണല്ലോ എന്നൊക്കെ ഒരു പക്ഷേ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ആ നിലക്ക് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നിരുന്നാലും
പല ആളുകളും ഒരു ഗൗരവക്കുറവ് നിസ്കാരത്തിന്റെ വിഷയത്തില് ആ രംഗത്ത് കാണിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. നേരത്തിന് പള്ളിയിൽ ഒരു ജമാഅത്തിൽ പങ്കെടുക്കുക, അതിന്റെ പ്രതിഫലവും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായി അറിയണം. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പലപ്പോഴും വിശ്രമിക്കുകയോ മറ്റൊക്കെ ചെയ്യുമ്പോൾ അസർ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയാ, പലപ്പോഴും അങ്ങനെ ജമാഅത്ത് നഷ്ടപ്പെടുകയോ മറ്റൊക്കെ ചെയ്യാൻ അതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം സുബഹി നമസ്കാരം നമ്മൾ അത്താഴം കഴിക്കുന്നത്, പല ആളുകളും പല വീടുകളിലും വളരെ നേരത്തെ അത്താഴം കഴിക്കും. അപ്പൊ സ്വാഭാവികമായി അത് കഴിഞ്ഞാൽ ഒന്ന് കിടക്കാൻ തോന്നും. ആ കിടത്തം പലപ്പോഴും ഉറക്കിലും മറ്റും നന്നായിട്ട് അഗാധമായ ഉറക്കിലേക്ക് പോയി നമ്മുടെ സുബഹി നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങൾ സുബഹിയുടെ ബാങ്കിനും അത്താഴത്തിനും ഇടയിൽ ഒരു 50 ആയി തോന്നുന്ന ഗ്യാപ്പ് മതി. ആ ഗ്യാപ്പിൽ നിങ്ങൾ അത്താഴം കഴിച്ച് ഇരിക്കണം, നിസ്കാരത്തിന് തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ 3 മണിക്കും 2:30ക്കും 4 മണിക്കും അങ്ങനൊന്നും വേണ്ട. എപ്പോഴാണോ ബാങ്ക് അതിനൊരു ഏകദേശം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സമയം, അത്ര ഗ്യാപ്പ് അത് മതിയുള്ളൂ. അതല്ലാതെ വരുമ്പോ ഈ ഉറക്കും മറ്റിലേക്കൊക്കെ അത് പോവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ ഹിഫ്ദുൽ ജവാരിഹി മിനൽ ഹറാം. നമ്മൾ അറിയാതെ പല ഹറാമായ സംഗതികളും നമ്മുടെ നോമ്പ് കാലത്തോ അല്ലാത്തപ്പോഴൊക്കെ നമ്മള് നമ്മുടെ ജീവിതത്തിൽ അറിയാതെ വരുന്നുണ്ട്. ഹറാം നമ്മൾ കള്ളുടിക്കണില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തോന്നിയാസങ്ങളിലേക്ക് ഒന്നും പോകണില്ല. പക്ഷേ നമ്മുടെ നാവിന് വലിയൊരു നിയന്ത്രണം അനിവാര്യമാണ്. മല്ലം യദഅ ഖൗല الزൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു. അല്ലേ, ഒരാള് നോമ്പ് നോറ്റിട്ടുണ്ട്, പക്ഷെ അയാള് അവന്റെ മോശം സംസാരങ്ങൾ ഒഴിവാക്കണില്ല, കള്ളത്തരം പറയാ, മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറയാ, ആക്ഷേപിക്കുക, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ ഇസ്ലാം അത് വളരെ കണിശമായി ഹറാം എന്ന രൂപത്തിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞ സംഗതികളാണ്. അത് ഉണ്ടാവാതെ സൂക്ഷിക്കുക. നാവിനെ നന്നായിട്ട് നിയന്ത്രിക്കാൻ സാധിച്ചില്ല എങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു, അവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഇദാ സുംത ഫല്യസും സമഉക വബസറുക വലിസാനുക അനിൽ കദിബി വൽ മഹാരിം. നീ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിന്റെ കാതുകൾക്ക് ഉണ്ടാവണം, നിന്റെ കണ്ണിന് നോമ്പ് ഉണ്ടാവണം, നിന്റെ നാവിനും സംസാരങ്ങളിൽ കള്ളത്തരങ്ങളിൽ നിന്ന് ഹറാമായ വർത്തമാനങ്ങളിൽ നിന്ന് എല്ലാം നീ സുരക്ഷിതനാവണം. ആ നിലക്കായിരിക്കണം നിന്റെ നോമ്പ്. നിന്റെ എല്ലാ ഇടപാടുകളിലും നിന്റെ എല്ലാ രംഗങ്ങളിലും നോമ്പ് നിന്നോടൊപ്പം ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ സഹോദരന്മാരെ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നാളെ ക്രിയാത്മകമായി റമളാനിനെ സ്വീകരിക്കാനും അതിലൂടെ മുന്നോട്ട് പോകുവാനും നമ്മൾ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമളാനിനെ നമുക്ക് പുൽകുവാനും അതിന്റെ ഓരോ നന്മകളും സ്വായത്തമാക്കുവാനും നമുക്ക് അനുകൂലമാക്കി മാറ്റി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.